ഹായ് ആർമി, ഞാൻ ചൂസേനി മറ്റേ 12th എപ്പിസോഡായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എക്സാം ഒന്നും കഴിഞ്ഞില്ല. ഒരു എക്സാം കഴിയുമ്പോൾ തന്നെ യൂണിവേഴ്സിറ്റി അടുത്ത എക്സാം മാറ്റി വെക്കും. പിന്നെ ഒരു എക്സാം കഴിയുമ്പോൾ യൂണിവേഴ്സിറ്റി അടുത്ത എക്സാം മാറ്റി വെക്കും. അങ്ങനെ അവർ എക്സാം മാറ്റി വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ മാസം മുഴുവൻ എക്സാം ആണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നത്. അപ്പോൾ പിന്നെ ഞാൻ കരുതി വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ പഠനത്തിൻ്റെ ഇടയിൽ തട്ടിക്കൂട്ടിയതാണ് ഈ വീഡിയോ. പിന്നെ ഈ എപ്പിസോഡ് ചെയ്യാൻ വേണ്ടി ഇച്ചിരി ലെങ്ത് സ്റ്റോറി എഴുതി വെച്ചു. പക്ഷേ എനിക്ക് അത്രയും ചെയ്യാൻ പറ്റുന്ന രണ്ടായിട്ട് മുറിച്ചിട്ടാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ എപ്പിസോഡിന് വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഒരു ന്യൂ എൻട്രിയും പിന്നെ ഇനി വരാൻ പോണ വലിയ വലിയ ടെസ്റ്റിൻ്റെ കുഞ്ഞു കുഞ്ഞു സൂചനകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡ് നിങ്ങൾക്ക് എന്തായാലും നല്ല വെടിക്കെട്ട് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവരും പോയി വീഡിയോ കാണും. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക്, കമൻറ്റ് എന്തായാലും ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ്. ഹലോ ഗായ്സ്, ഇവിടെ ആരും ഇല്ലേ? നിനക്ക് സുഖാണോ? എനിക്ക് സുഖം. അല്ല, എന്ത് പറ്റി ഇങ്ങോട്ട് വരാൻ തോന്നിയത്? നിന്റെയും പാർത്തിന്റെ എൻഗേജ്മെന്റ് അല്ലേ, അതുകൊണ്ട് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓ, അപ്പൊ അതുകൊണ്ടാണ് വന്നത്, അല്ലെങ്കിൽ വരില്ലായിരുന്നു. നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്. നാട്ടിൽ വന്നിട്ട് ഇപ്പൊ ഒരു മാസമായി, എന്നിട്ടൊന്നും ഇങ്ങോട്ട് വരാനേ തോന്നിയില്ലല്ലോ അല്ലേ? അങ്ങനെയൊന്നും അല്ലേടി. ഞാൻ നാട്ടിൽ വണ്ടി കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞാൽ നേരെ നിന്നതേ ഉള്ളൂ. അപ്പം തന്നെ ഇങ്ങോട്ട് പോകുന്നു. അല്ലെങ്കിൽ എല്ലാവരും കാണാൻ വരാതിരിക്കുമോ? എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. ഓ, വിശ്വസിച്ചു. കൺഗ്രാറ്റുലേഷൻസ് ബ്രോ. താങ്ക്സ് ബ്രോ. നിനക്ക് സുഖമാണോ? എന്തുണ്ട് വിശേഷം? എനിക്ക് സുഖം. വിശേഷം പിന്നെ അറിയാമല്ലോ. പിന്നെ കുറെ വിശേഷങ്ങളുണ്ട്, എല്ലാം അറിഞ്ഞു കാണുമല്ലോ. കമ്പനിയുടെ കാര്യം ഞാൻ അറിഞ്ഞടാ. എല്ലാം ശരിയാകും. എന്തായാലും നമ്മൾ അവർക്കൊക്കെ എതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ. ആ ഒരു ആശ്വാസത്തിലാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത് തന്നെ. പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാകൂടാ. ഇപ്പം നീ എന്തായാലും അതൊക്കെ വിടും. നിന്റെ എൻഗേജ്മെന്റ്, കല്യാണം, അതിനെ പറ്റിയൊക്കെ ആലോചിച്ചാൽ മതി. ഇപ്പം സന്തോഷത്തിന്റെ ടൈമാടാ. നീ സന്തോഷിക്കാൻ നോക്ക്. സിദ്ധു, ഇവിടെ നമ്മളൊക്കെ ഉണ്ടേ. ഓ, എന്റെ രാജകുമാരൻ ഇവിടെ ഉണ്ടായിരുന്നു. സിദ്ധു, നീ ഒറ്റയ്ക്കാണോ വന്നത്? അച്ഛമ്മ എന്തിയെ? നീ അച്ഛമ്മനെ ഇവിടെ ഒറ്റയ്ക്കിട്ടിട്ട് പോകുന്നു? ഞാൻ അച്ഛമ്മനെ കൊണ്ടുവന്നില്ലടാ. അച്ഛമ്മക്ക് യാത്ര ചെയ്യാൻ വയ്യെന്നാ പറഞ്ഞപ്പോൾ അത് കാരണം ഞാൻ വീട്ടിൽ തന്നെ നിർത്തിയിട്ട് പോകുന്നു. അവിടെ ജോലിക്കൊന്നും ഏജി ഉണ്ടല്ലോ. പിന്നെ ഞാനൊരു പുതിയ ഹോം നേഴ്സിനെയും കൂടെ നിർത്തി. അതുകൊണ്ട് വലിയ സീനില്ല. എന്തിനുകൊണ്ട് വിളിച്ച് പറഞ്ഞോളൂ. അതുകൊണ്ട് പേടിക്കണ്ട. ഓ, അപ്പൊ പിന്നെ സീനില്ല. ഇതാരെയും വന്നേക്കുന്നത്? എന്റെ ഒരേ ഒരു ചേച്ചിയുടെ പൊന്നാര മോനോ? കുഞ്ഞമ്മേ, വിളിക്കില്ല നീ എന്നെ അവന്റെ കുഞ്ഞമ്മ. നീ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഒരു മാസമായി. നിനക്ക് ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നിയോ? അറ്റ്ലീസ്റ്റ് എന്നെ ഒന്ന് വിളിക്കാനെങ്കിലും നിനക്ക് തോന്നിയോ? ഞാൻ നിന്റെ ആരുമല്ലേ? അല്ല, ഇവന്മാർ നിന്റെ അനിയന്മാർ, ഇവിടെ നിന്റെ അനിയത്തൊന്നും അല്ലേ? ഞാൻ നിന്നോട് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുവോ? നിനക്ക് ഞങ്ങളൊന്നും വേണ്ടേ? കുഞ്ഞമ്മ എന്തോന്നാ? നീ എന്നോടൊന്നും പറയണ്ട. നിന്റെ ബായിന്നൊന്നും കേൾക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ചേച്ചി മരിക്കുമ്പോൾ എന്നോട് ഒരേ ഒരു കാര്യം പറഞ്ഞോളൂ. എൻ്റെ മോനെ നോക്കിക്കോണേന്ന്. അതുപോലെ എൻ്റെ അനിയനും അനിയത്തിയും ലക്ഷ്മനെ നോക്കിക്കോണേന്ന്. അവർ 4 പേരും പോയപ്പോൾ നിങ്ങൾ രണ്ടും എൻ്റെ കൈ ഏൽപ്പിച്ചിട്ടാണ് പോയത്. ലക്ഷ്മിൻ്റെ കാര്യത്തിൽ ഞാൻ ഇന്ന് വരെ ഒരു കോംപ്രമൈസും തയ്യാറായിട്ടില്ല. പക്ഷെ നിന്റെ കാര്യം, ഞാൻ നിന്നോട് ഞങ്ങൾ പറഞ്ഞ പോലെ ജീവിക്കണമെന്നോ അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഇത്രയും നാൾ നിനക്ക് ഇഷ്ടപ്പെട്ട പോലെ തന്നെ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പം നീ ജീവിക്കുന്ന ഈ ജീവിതം, വീട്ടുകാരെയും വേണ്ട, ആരെയും വേണ്ട, അതേ ഒറ്റയ്ക്കുള്ള നിന്റെ ജീവിതം, അതിനെ ഞാൻ എതിർക്കുന്നത്. നിനക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. അതെന്താ നീ എന്നോട് പറ. നീ അതിനോട് പറയാതെ ഞാൻ എങ്ങനെ അതൊക്കെ മനസ്സിലാക്കുക? നീ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വീട്ടിലുണ്ടെന്നും അതറിയാവുന്ന ആൾക്കാരെ വീട്ടിലുണ്ടെന്ന് എനിക്കറിയാം. ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിലും സ്വന്തം കാര്യമൊന്നും പറയാറില്ല. അപ്പം പിന്നെ നിന്റെ കാര്യം എന്തായാലും പറയാൻ പോകുന്നില്ലല്ലോ. സിധു, നീ പറ. ഞാൻ അത്രയ്ക്കും കൊള്ളാത്ത അമ്മയാണോടാ? സ്വന്തം മക്കൾ പറയുന്നത് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത, സ്വന്തം മക്കളെ മനസ്സിലാക്കാൻ പോലും പറ്റാത്ത അത്രയ്ക്കും കൊള്ളാത്ത അമ്മയാണോ? കുഞ്ഞമ്മയ്ക്ക് ഇപ്പം എന്താ വേണ്ടത്? എൻ്റെ പ്രശ്നങ്ങൾ എന്താ ഞാൻ കുഞ്ഞമ്മയോട് പറയണം. ഞാൻ എല്ലാം പറയാം. ഞാനിവിടെ പോകുള്ളൂ. കുഞ്ഞമ്മയുടെ നിന്ന് സംസാരിച്ച് എല്ലാം പറഞ്ഞിട്ടേ ഞാനിവിടെ നിന്ന് പോകുള്ളൂ. പക്ഷെ എനിക്ക് കുറച്ച് ടൈം വേണം. എത്ര വേണമെങ്കിലും ടൈം എടുത്തോ, എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ നീ എന്നോട് എല്ലാം പറഞ്ഞിട്ടേ ഇവിടെ നിന്ന് പോകാമോളൂ. ഞാൻ എല്ലാം പറഞ്ഞിട്ടേ ഇവിടെ നിന്ന് പോകുള്ളൂ. നീയും കൂടെ നിന്നാലും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലടാ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ല, ഇതെന്താണ് ഇവിടെ? അമ്മ ആൻഡ്
മകൻ റീഹുൽ. സുഖാണ് അങ്കളെ. ആ എനിക്ക് സുഖം. പിന്നെ തന്റെ രണ്ടൻ ലൈഫ് അതൊക്കെ എങ്ങനെയുണ്ട്? പൊളി ലൈഫാണ്. പിന്നെ ബാക്കിന്റെ ലൈഫ് എപ്പോഴും പൊളി ആയിരിക്കുമല്ലോ. ഓ അത് ശരിയാണല്ലോ അല്ലേ. പിന്നെ താൻ എപ്പോഴാ തിരിച്ചു പോകുന്നത്? ലക്ഷ്മിന്റെയും പാത്തിന്റെയും എൻഗേജ്മെന്റും കല്യാണം കഴിഞ്ഞിട്ടാണോ? അത് ഞാൻ അതിനെ പറ്റി ഇങ്ങോട്ട് പറയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. ഞാനിവിടുന്ന് റിസൈൻ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇനിയുള്ള കാലം നാട്ടിൽ കൊണ്ടുള്ള പരിപാടിയിലാണ്. എൻ്റെ ഫ്രണ്ട് ഇവിടെ ന്യൂ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ജോയിൻ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇനി നാട്ടിൽ തന്നെ. പിന്നെ അച്ചമ്മയ്ക്ക് സുഖാത്തുകാരെ അറിഞ്ഞു കാണുമല്ലോ. ഈ ടൈമിലല്ലേ അവർക്ക് നമ്മുടെ ആവശ്യമുള്ളത്. അപ്പോഴല്ലേ നമ്മൾ അവരുടെ കൂടെ നിൽക്കേണ്ടത്. അതുകൊണ്ട് നാട്ടിൽ തന്നെ കൂടാമെന്ന് കരുതി. ഹോസ്പിറ്റൽ വീടിൻ്റെ കുറച്ച് ദൂരെയാണ്, പോയി വരാം. അതാകുമ്പോൾ വീട്ടിലെ കാര്യങ്ങളും നോക്കാം, ഹോസ്പിറ്റലിലെ കാര്യങ്ങളും നോക്കാം. കുഴപ്പമില്ല, എനിക്കെല്ലാം മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് നീ എടുത്ത ഡിസിഷൻ എന്തുകൊണ്ട് നന്നായി. എൻ്റെ ദൈവം, എനിക്ക് നീ വേറെ ഒന്നും വേണ്ട. നീ എന്തായാലും ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചില്ലെങ്കിൽ അത് മതി. ഇനി എനിക്ക് നിന്റെ കാര്യം എടുത്ത് പേടിക്കണ്ട. ഇന്നലെ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നിന്റെ മോനോടൊരു കല്യാണം കൂടെ കഴിക്കുന്ന കാര്യം പറഞ്ഞേക്കാം. ഓ വെല്ലുമിച്ച് ഇവിടെ ഉണ്ടായിരുന്നു, ആ കാര്യം ഞാൻ മറന്നുപോയി. നേരത്തെ അവിടുന്ന് ബാക്കപ്പ് പാക്ക് ചെയ്ത് ഇറങ്ങിയതാണല്ലോ. നിർമ്മലമ്മ, ഞാൻ പോയി ഫ്രഷ് ആകട്ടെ. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. എന്തെങ്കിലും കഴിക്കാൻ എടുത്ത് വെക്കും. രമ്യ ആൻറ്റി, ഏതെങ്കിലും റൂം തുറന്നാൽ എനിക്ക് ഈ ബാഗ് ഇവിടെ കൊണ്ട് വെക്കണം. ഇതൊന്ന് നൈറ്റ് നീ എങ്ങോട്ടും പോകുന്നില്ലല്ലോ. നൈറ്റ് ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കാം. ഞാനിന്ന് പുറത്ത് പോകുന്നുണ്ട്. ഞാൻ രവിയങ്ങളുടെ വീട്ടിൽ പോകുന്നുണ്ട്. അവരെയൊക്കെ ഒന്ന് പോയി കാണണം. ഞാൻ പോയിട്ട് നേരത്തെ വരാം. ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചോ, കുഴപ്പമൊന്നുമില്ല. രമ്യ ആൻറ്റി വാ, എനിക്കേതെങ്കിലും റൂം തുറന്നതാ. നിർമ്മല, നീ കണ്ടോ അവൻ കിടന്ന് ഓടുന്ന കണ്ടോ? കല്യാണക്കാരൻ പറയുമ്പോൾ അവൻ എപ്പോഴും ഉള്ള ഒരു ഓട്ടിത്ത. അവൻ്റെ അച്ചാമ്മയും അവൻ്റെ മുത്തശ്ശിയും കയറാത്ത അമ്പലമൊന്നുമില്ല ഇവനൊന്ന് കല്യാണം കഴിച്ച് കാണാൻ വേണ്ടിയിട്ട്. ദൈവത്തെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവൻ വിചാരിക്കണമല്ലോ. എൻ്റെ അമ്മ, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല. അവൻ ഇഷ്ടമുണ്ട്, അവൻ കെട്ടിട്ടല്ലേ. അവൻ കെട്ടണ്ട. ചുമ്മാ ചെറുക്കനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക എല്ലാവരും കൂടെ. ഞങ്ങൾക്ക് അവൻ്റെ കാര്യത്തിൽ ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അവനോട് കല്യാണം കഴിച്ചാലും ഇവനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവൻ ഇപ്പം തന്നെ 30 വയസ്സുണ്ട്. അവനൊക്കെ 5 വയസ്സിന് ഇളയതാ ത്രിലോകം പാർത്തി. ഇപ്പം പാർത്തിൻ്റെ കല്യാണം. അപ്പം അവനിവിടെ ലാലാപാടി നടക്കുക. എൻ്റെ അമ്മേനെ അതൊക്കെ ടെൻഷൻ അടിക്കേണ്ട. ഞാൻ അവരുടെ കല്യാണത്തിനെ പറ്റി സംസാരിക്കാം. താങ്ക് യു സോ മച്ച് ബ്രോ. നീ ഇല്ലെങ്കിൽ ഞാൻ ശരിക്കും പെട്ടുപോയാനെ. താങ്ക്സ് ഒക്കെ എന്തിനാ? നിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തോ ചെയ്യും. നിന്റെ ഈ ചിരി എനിക്ക് ലൈഫ് മുഴുവനും കാണണം. അനിയന് വേണ്ടി എന്ത് തെണ്ടിത്തരം ചെയ്യുന്ന ഇതുപോലൊരു ചേട്ടനും അതിന് തെണ്ടിത്തരം ചെയ്യുന്ന ഒരു അനിയനും ഉള്ളപ്പോൾ പിന്നെ എന്തായാലും ലൈഫ് ലോങ് എൻ്റെ മോത്തി ചെയ്യണം. ഇനി ഞങ്ങൾക്കിട്ടിരുന്ന് വെക്കടാ. എന്തായാലും നീ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കൂലോ അല്ലേ? ഓഫ് കോഴ്സ് നടക്കും. നടക്കാതെ പിന്നെ എങ്ങനെയാ? അത് മതി എനിക്ക്. സിദ്ധുവിനായിട്ട് കൊച്ചിന്റെ വീട്ടിൽ പോകുന്നുണ്ടല്ലേ? ആടാ, പോകണം. ആ ചെന്ന് കേറി കൊടുക്കും ഇങ്ങോട്ട്. കാരണം നിങ്ങളെ നോക്കി അവിടെ ഇരിപ്പുണ്ട്. എന്താടാ പ്രശ്നം? ഞാൻ എന്താടാ ചെയ്തേ? താറപ്പാട്ടി ലച്ചുവിനും പാർത്തിന്റെയും കല്യാണത്തെ പറ്റി ആലോചിച്ചപ്പോ തന്നെ അതവിടുന്ന് എനിക്ക് ചോദിച്ചു തന്നത് ചേട്ടനാന്ന് അവൻ അറിഞ്ഞു. ഭാഷ അല്ല, നീ എന്തിനതൊക്കെ അവനോട് പോയി പറഞ്ഞത്? ഞാൻ പറഞ്ഞതല്ല, അവൻ തന്നെ കണ്ടുപിടിച്ചതാ. അവനല്ലേ കണ്ടുപിടിക്കും, അതെനിക്കറിയാം. പണ്ട് തൊട്ട് അവന് പലതും കണ്ടുപിടിക്കാൻ ഇച്ചിരി ആവേശം കൂടുതലാണ്. സിധു, അവൻ ഈയിടെയായിട്ട് പാർത്തിനോട് സ്നേഹം കൂടുതലാണോ എന്നൊരു ഡൗട്ട്. എന്റെ കൂടെ എല്ലാ തെണ്ടത്തരത്തിലും അവൻ കാണും. അതിനകത്ത് പാർത്തിനിട്ട് പണിതതും ഉണ്ട്. പക്ഷെ ഈ ഇടയായിട്ട് അവന് ഭയങ്കര മനസാക്ഷിക്കുത്ത്. പാർത്തിനിട്ട് ഞാൻ ചെയ്യുന്നില്ല, എന്താന്നറിയില്ല. അങ്ങനെയൊന്നുമല്ല. അവൻ നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, എന്നെക്കായും കൂടുതൽ. ഒന്നും പോരാണ്ട് ഋത്തിക്കിനെക്കായും കൂടുതൽ. പിന്നെ ചിലപ്പോൾ നീ പറഞ്ഞ പോലെ ആകാം. നിന്നെപ്പോലെ തന്നെ പാർത്തു അവൻ്റെ ചേട്ടനല്ലേ. ഈ ഒരു കാലത്തോടെ പാർത്തു ഒരുപാട് വേദനിക്കുമെന്ന് അവൻ അറിയാം. അതുകൊണ്ടാകാൻ ചിലപ്പോൾ. അപ്പോ എന്നെ പോലെ തന്നെ പാർത്തു നിങ്ങളുടെ അനിയനല്ലേ? പിന്നെന്തിനാ എനിക്ക് വേണ്ടി തണ്ടിത്തരൊക്കെ ചെയ്തു തരുന്നത്? എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് കുഞ്ഞിനെ പോലെ തോന്നുന്നുകൊണ്ടാണ്. മേ ബി ആകാം. നിനക്കും പാർത്തിനും കുഞ്ഞിനും സെയിം ഏജ് ആയിരുന്നു. അവധിക്ക് നിങ്ങൾ തറവാട്ടി വന്ന സമയത്ത് നിങ്ങൾ മൂന്നും കൂടെ ഒരുമിച്ചല്ലേ കളിച്ചുകൊണ്ടിരുന്നത്. നിനക്കും അവനും നിങ്ങൾ ഒരുപോലെയായിരുന്നു, ദേഷ്യത്തിലും വാശിയിലും എല്ലാത്തിലും. എടാ, അവൻ എല്ലാ ദിവസവും സ്വപ്നത്തിൽ വരുവടാ. എന്നോട് എന്തൊക്കെയോ ഒക്കെ പറയും. ഞാൻ ചിലപ്പോൾ ആലോചിക്കും, അന്ന് അവരുടെ കൂടെ ഞാനും അങ്ങ് ഇല്ലാതായിരുന്നെങ്കിലും. സിധു, നീ എന്താണ് പറയുന്നേ?
എൻ്റെ കൺമുന്നിൽ വെച്ചാടാ എൻ്റെ അച്ഛനും അമ്മയും കുഞ്ഞും മാമനും ആൻറ്റി എല്ലാവരും ആ റോട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ബോധമില്ലാതെ ഞാൻ കിടന്നടാ. എൻ്റെ കണ്ണടയുന്നതിന് മുന്നേ ഞാൻ കണ്ട് എല്ലാവരും എന്നെ വിട്ടു പോകുന്നത്. സിധു എന്തിനാണ് ഇതൊക്കെ തന്നെ വീണ്ടും പറഞ്ഞു ഓർത്തുന്നതിന്റെ തലയ്ക്ക് ഇങ്ങനെ പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അവർക്കൊക്കെ അത്ര ആയുസം ഉണ്ടായിരുന്നുള്ളൂ. പോകേണ്ടവരൊക്കെ പോയി, ഇനി ജീവിക്കേണ്ടവർക്ക് മര്യാദയ്ക്ക് ജീവിക്കണം. അല്ലാതെ പഴയതൊക്കെ ഓർത്ത് ഡോക്ടറിനോട് എന്താ പറഞ്ഞത്? ഇതെല്ലാം ഓർത്തിന്റെ തലയ്ക്ക് പ്രഷർ കൊടുക്കലോന്ന്. എടാ എന്നെ കൊണ്ട് പറ്റുന്നില്ലടാ. സിധു പറ്റണം. എടാ ഡോക്ടർ പറഞ്ഞ പോലെയൊക്കെ നീ അനുസരിക്കുന്നില്ലേ? പണ്ടത്തെ നല്ല മാറ്റമുണ്ട്. അതെല്ലാം ശരിയാകും. നീ ശ്രമിച്ചാൽ മാത്രം മതി. ആടാ ഞാൻ ശ്രമിക്കുന്നുണ്ട്. നിനക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ എന്തായാലും മാറാൻ ശ്രമിക്കും. എനിക്കിത് മാത്രം കേട്ടാൽ മതി. പിന്നെ സിദ്ധു, നീ എന്താ താഴ്ത്തി വെച്ച് അമ്മയോട് ഫോണിനോട് സംസാരിക്കാന്ന് പറഞ്ഞത്? ഇതിനെ പറ്റിയോ അല്ല അതിനെ പറ്റിയോ? രണ്ടും. നീ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയല്ലേ? ആടാ ഞാൻ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണ്. ഇനി ഇതിനെപ്പറ്റി എനിക്ക് ചെറിയമ്മയോടെങ്കിലും സംസാരിക്കണം. നിനക്ക് പറയണമെങ്കിൽ നിനക്ക് പറയാം. അത് നിന്റെ മാത്രം ഡിസിഷൻ ആയിരിക്കും. അന്നും ഇന്നും എല്ലാത്തിലും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇനി അങ്ങനെ തന്നെ ഉണ്ടാവും. അമ്മ എന്നോട് ഊർമിള മുത്തശ്ശി പറഞ്ഞു ലച്ചുവിന്റെ എൻഗേജ്മെന്റിന് 2 ആഴ്ച മുന്നേ അവിടെ ചെന്ന് നിൽക്കാൻ, പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അതിനെപ്പറ്റി എന്നോട് മുത്തശ്ശി നേരത്തെ പറഞ്ഞായിരുന്നു. ലച്ചു ഇപ്പൊ തന്നെ ടെൻഷൻ അടിച്ചാണ് നടക്കുന്നത്. എൻഗേജ്മെന്റും കാണാമോ പിന്നെ നോക്കണ്ട. നീ കൂടെ ഉണ്ടെങ്കിൽ ലച്ചുവിന് അതൊരു ആശ്വാസമായിരിക്കും. അത് ശരിയാ. പക്ഷെ അമ്മ ഇത്രയും ദിവസം അമ്മ ഇവിടെ ഒറ്റയ്ക്ക് എങ്ങനെയാ? നിന്റെ പറച്ചിൽ കേട്ട നീ എണീറ്റിട്ട് ഇതുവരെ എങ്ങും പോകാത്ത പോലെയാണല്ലോ. നീ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി നിൽക്കുമ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്കല്ല നിൽക്കാറുള്ളത്. പിന്നെ എന്താ അമ്മ? അത് എന്ത് പറ്റും മീനു? നിനക്കെന്താ അവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്തത്? ഇത്ര നാളും കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. അവിടെ നിൽക്കാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സന്തോഷത്തോടെ അവിടെ നിൽക്കുന്നത്. നീ വരാനേ താല്പര്യമില്ലാത്ത ആളാണല്ലോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമ്മ അത് ഞാനൊരു കാര്യം പറയട്ടെ. എനിക്കിപ്പോ ദേവച്ചന്റെ വീട്ടിൽ നിൽക്കാനേ താല്പര്യമില്ല. അങ്ങോട്ട് പോകാൻ പോലും ഇഷ്ടമല്ല. കാര്യം എന്താന്നൊക്കെ ചോദിച്ചാ ലച്ചുവിന്റെ ആ മുത്തശ്ശിയില്ലേ, ഊർമിളമ്മയോ? ഊർമിളമ്മ എന്താ ചെയ്തേ? ഊർമിളമ്മ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? എന്നോടൊന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷെ ആ ഊർമിള മുത്തശ്ശി കാണുമ്പോ എനിക്ക് എന്തോ പോലെ തോന്നുക. അതെന്താന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ ഊർമിള മുത്തശ്ശി എനിക്ക് വേണ്ടി എന്തൊക്കെയാ ചെയ്തു തരുന്നത്, എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നത്. പക്ഷെ എനിക്ക് തിരിച്ചങ്ങനെ സ്നേഹിക്കാനോ പെരുമാറാനോ പറ്റുന്നില്ല. അമ്മ എനിക്ക് മുത്തശ്ശി കാണുമ്പോൾ തോന്നിയെന്ന് അമ്മയ്ക്കറിയോ? എന്നെ എന്റെ ആരൊക്കെയോ നിന്ന് എന്നെ പിരിച്ചതുപോലെ, എന്നെ എന്തൊക്കെയോ തട്ടിയെടുത്തതുപോലെ, എന്നെയും എന്റെ ആരെയൊക്കെയോ വേദനിപ്പിച്ച പോലെ അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇപ്പൊ അവിടെ നിൽക്കാൻ വലിയ താല്പര്യമില്ലാത്തത്. മീനു, നീ എന്തോ നീ പറഞ്ഞോണ്ടിരിക്കണേ? അങ്ങനെയൊന്നുമില്ല, നിനക്ക് ചുമ്മാ തോന്നുന്നതാ. അവിടെ നീ എല്ലാവരോടും ഭയങ്കര കമ്പനിയല്ലേ. മുത്തശ്ശി വെല്ലപ്പഴക്കല്ലേ വരാറുള്ളൂ. വന്നാൽ ഇത്ര ദിവസം താമസിക്കാറില്ലല്ലോ. പിന്നെ ഇത്ര ദിവസം താമസിച്ചത് കൊണ്ടും നിനക്കങ്ങനെ വല്ല അടുപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് നിനക്കങ്ങനെ തോന്നുന്നതാ. പിന്നെ മീനു, നിനക്കവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട. ഞാൻ നിർമ്മല ചേച്ചിയോടും ഊർമിളമ്മയുടെ എന്തെങ്കിലും കള്ളം പറഞ്ഞോളാം. അത് സാരമില്ല അമ്മ, ഞാൻ പൊക്കോളാം. പോകാതിരുന്ന് ശരിയാവില്ലല്ലോ. നമ്മൾ ജീവിക്കുന്നതിന് അവരെ സഹായം കൊണ്ടല്ലേ. അപ്പോ പോകാതിരിക്കുന്ന എങ്ങനെയാ? കല്യാണം കഴിയുന്നവരെയല്ലേ. അത് കഴിയുമ്പോൾ ഞാൻ തിരിച്ചിങ്ങോട്ട് വരില്ലേ. അപ്പൊ കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം. എനിക്ക് അപ്പഴേ ഉറപ്പായിരുന്നു നിങ്ങൾ തന്നെയാ ലച്ചുവിനും പാർത്തേട്ടന്റെ ജാതകം നോക്കി കല്യാണത്തെ പറ്റി ആലോചിച്ച കാര്യമൊക്കെ എത്രയോട് വിളിച്ച് പറഞ്ഞു. ആ ഞാൻ തന്നെ അത് പറഞ്ഞത്. അത് തെറ്റാന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. തോന്നില്ല? നിങ്ങൾക്ക് നിങ്ങളുടെ അതിനുള്ള സ്നേഹം മുഖത്ത് കണ്ണു കാണാൻ പറ്റാതിരിക്കുക. ആടാ എനിക്ക് അതിനുള്ള സ്നേഹം മുഖത്ത് കണ്ണ് കാണാൻ പറ്റുന്നില്ല. അല്ല ഇത്ര നാൾ നീ ത്രിലോകേട്ടൻ നാമം ചൊല്ലി നടക്കുമായിരുന്നല്ലോ. ഇപ്പം എന്നാ പറ്റി? ശരിയാ, ഞാൻ തിലോകേട്ടൻ നാമം ചൊല്ലി നടക്കുമായിരുന്നു. എനിക്ക് തിലോകേട്ടൻ ഒരുപാട് ഇഷ്ടമാണ്, ഋത്തിക്കൽക്കായും കൂടുതൽ. പക്ഷെ ഇപ്പം തിലോകേട്ടൻ പാർത്തേട്ടനോട് ചെയ്യുന്ന തീരെ ശരിയല്ല. ത്രിലോക് പാർത്തിനോട് ചെയ്യുന്ന എന്ത് ശരിയല്ലെന്ന് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ചേട്ടൻ ലച്ചും പാർത്തേട്ടനും പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവരാണ് ഒന്നാകേണ്ടത്. തിലോകേട്ടൻ അവരോട് ചെയ്യുന്ന തീരെ ശരിയല്ല. തിലോകേട്ടന്റെ കൂട്ടിൽ നിന്ന് നമ്മൾ അവരോട് ചെയ്യുന്ന വലിയ ചതിയാണ്. അല്ല, നമ്മൾ പാർത്തിനോട് ചെയ്യുന്ന ചതിയല്ല. നമുക്ക് പാർത്തിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ത്രിലോകാണ്. അവൻ ആഗ്രഹിക്കുന്ന നേടാൻ വേണ്ടി നമ്മൾ അവനെ ഹെൽപ്പ് ചെയ്യുന്നു. അതൊരു തെറ്റല്ല. കാരണം ത്രിലോക് അവളെ സ്വന്തമാക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ അവൻ ചെയ്യട്ടെ, എന്നിട്ട് അവനോട് സ്വന്തമാക്കട്ടെ. പക്ഷേ അവൻ ഇത്രയൊക്കെ ചെയ്തിട്ട് അവളവന് സ്വന്തമാക്കാൻ പറ്റിയില്ലെങ്കിൽ നീ ഓർത്തോ,
അവള് പാടത്തിനുള്ളത് തന്നെയാ. നമുക്ക് നോക്കാടാ ലച്ചു പാടത്തിനുള്ളതാണോ അല്ല ത്രിലോകിനുള്ളതാണോ എന്ന്. ഗൈസ് എന്താ ഇവിടെ ഒരു ഗൂഢാലോചന? എന്തോ ഉടായിപ്പാന്ന് തോന്നണല്ലോ. നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ലടാ, ഞങ്ങളിങ്ങനെ ചുമ്മാ ഓരോന്ന് പറഞ്ഞിരുന്നതാ. ഞാൻ വിശ്വസിച്ചു. കാരണം നിന്നെ അച്ഛൻ വിളിക്കുന്നുണ്ട്, താഴേക്കിടന്ന് ചെല്ലാൻ പറഞ്ഞു. തന്തപ്പടി ഇതിന് എന്നെ വിളിക്കണേ? ഞാനതിനൊന്നും ഒപ്പിച്ചില്ലടാ. ഇതിലാണ് എന്നെ വിളിക്കണേ. എടാ പേടിക്കാനൊന്നുമില്ല. എടാ അടുത്ത ദിവസം ആ നന്ദാങ്കണ്ട മോളുടെ കല്യാണം റിസപ്ഷനൊക്കെ അല്ലേ, അപ്പോൾ കല്യാണത്തിൻ്റെ റിസപ്ഷൻ നമ്മൾ വരുമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഞാൻ പറഞ്ഞ് കല്യാണത്തിന് ഞാൻ വരില്ല, രാത്രി റിസപ്ഷന് വരാമെന്ന്. നിന്നെ അത് ചോദിക്കാൻ വേണ്ടി വിളിക്കണേ, എന്തെങ്കിലും പോയി പറഞ്ഞിട്ട് വാ. അതായിരുന്നു ഞാനിവിടുത്തെ തള്ളപ്പടി എന്നെ കൊല്ലാൻ വേണ്ടി വിളിക്കണായിരിക്കും. ഞാൻ പോയിട്ട് വരാം, നിൽക്ക്. കാരണം അവിടെ നിന്ന് അങ്ങ് പോയി. എന്താണ് കുട്ട ഇങ്ങനെ നോക്കുന്നേ? സത്യം പറ മനുഷ്യൻ, നിങ്ങളുടെ കൂടെ എന്തോടെ ഇപ്പം കാണിച്ചിട്ടുണ്ടിരുന്നേ? എടാ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളിങ്ങനെ ചുമ്മാ ഇവിടെ സംസാരിച്ചോണ്ടിരുന്നല്ല, നീ വിചാരിക്കുന്ന പോലെ ഒന്നും ഇല്ല. എന്നോട് തന്നെ പറയണം കേട്ടോ. നിങ്ങൾ രണ്ടും പിന്നെ ത്രിലോകായിട്ടും കൂടെ കൂടിക്കഴിഞ്ഞ് പിന്നെ അവിടെ എന്ത് ഉടായ്പ നടക്കുമെന്ന് തന്നെ ഉറപ്പ്. അതിനിപ്പോ ഇവിടെ ഞാൻ കണ്ടിട്ട് മാത്രമല്ലേ ഉള്ളൂ, ത്രിലോകില്ലല്ലോ. ത്രിലോകയ്ക്ക് ഇവിടെ ഇല്ല, പക്ഷെ നിങ്ങൾ ത്രിലോകന്റെ അടുത്ത് നിന്നല്ലേ ഇപ്പം ഇങ്ങോട്ട് വന്നത്. സത്യം പറ ചേട്ടാ, എന്തോ നിങ്ങളിവിടെ ഒപ്പിക്കുന്നുണ്ട്. പറ, എനിക്ക് ഇപ്പം അറിയണം. എന്റെ പൊന്നുറത്തിക്ക് ഒന്നുമില്ലട, ഇല്ലാത്ത കാര്യം ഞാൻ എങ്ങനെയാ പറയുന്നത്? നീ എന്തിനാണ് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഡൗട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നേ? ഞാനത് ഡൗട്ട് അടിച്ചിട്ടൊന്നുമില്ല, സത്യമായിട്ടൊന്നും ഇല്ലല്ലോ, ഉറപ്പല്ലേ? അവസാനം എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ കാണിച്ചു തരാം. സത്യമായിട്ട് ഒന്നുമില്ല. ബാ നമുക്ക് അവിടെ പോയി സംസാരിക്കാം. എത്ര നാളെ ഞാൻ നിന്നെ നേരിട്ട് കണ്ടിട്ട്, ഫോൺ വിളിച്ചും വീഡിയോ കോൾ ചെയ്ത് ഞാൻ മടുത്തടാ. അവിടെ എങ്ങനെ പോയി സംസാരിക്കാം. രാവിലെ വീട്ടിലേക്ക് ലച്ചുവിനെ വിളിക്കാൻ വരുന്ന മീനു. ഓയ് ഞാൻ ഇന്നലെ എത്തിയായിരുന്നടി. ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വന്നില്ലല്ലോ, അതുകൊണ്ട് ചേട്ടൻ വന്ന കാര്യം അറിയാതിരുന്നത്. നിനക്ക് സുഖമാണോ? ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? എനിക്ക് സുഖം, ക്ലാസ്സൊക്കെ പൊളിയാണ്. പിന്നെ ചേട്ടൻ സുഖമാണോ? എനിക്ക് പരമസുഖം. പിന്നെ ചേട്ടൻ ലക്ഷ്മിന്റെ കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ചു കണ്ടിട്ട് പോണോളൂ. എടി ഞാൻ തിരിച്ചു പോകുന്നില്ല, ഞാൻ നാട്ടിൽ കൂടാനുള്ള പരിപാടിയില്ല. ആണോ? എന്തായാലും നന്നായി. മീനു വാടി പോകാം, ഇപ്പൊ തന്നെ നമ്മൾ ലേറ്റ് ആയി. ആടി വരുക. എന്നാ ശരി ചേട്ടാ, പിന്നെ കാണാം. ആടി ബൈ. ലച്ചു ബൈ. ബൈ ചേട്ടാ, വൈകുന്നേരം കാണാം. ലച്ചു മീനും അവിടെ നിന്ന് അങ്ങ് പോയി. മീനും ആകെ മാറിപ്പോയല്ലേ, പണ്ടത്തെ പോലെയല്ല. അവളെ സംസാരം കേൾക്കുമ്പോൾ അറിയാം കുറച്ച് മെച്ചൂരിറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ആരെവിടെ? ആ പഴയ വിളിതത്തിന് ഒരു കുറവില്ല, കുറച്ചും കൂടെ കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ചുമ്മാ പറയുന്ന ചെയ്തു, മീനാകെ മാറിയിട്ടുണ്ട്, നമുക്ക് നല്ല മെച്ചൂരിറ്റിയൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നി ചെറിയമ്മ, പണ്ട് നിങ്ങൾ അവളെ കൊഞ്ചിച്ച് വഷളാക്കുന്ന കാണുമ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട്, ഇവളെ വലുതാകുമ്പോൾ സ്വന്തം കാര്യം എങ്ങനെ നോക്കും, ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇവൾ എങ്ങനെ അത് ഫേസ് ചെയ്യുമെന്നൊക്കെ. പക്ഷെ ഇന്നവളോട് സംസാരിച്ച് വെച്ച് ഞാൻ പണ്ട് ചിന്തിച്ച പോലെയല്ല, അവൾ ടോട്ടലി മാറിയിട്ടുണ്ട്. എങ്ങനെ മാറാതിരിക്കും? അവളിപ്പോൾ കുഞ്ഞു കൊച്ചൊന്നുമല്ല, അവൾക്കിപ്പോൾ 18 വയസ്സായി. പിന്നെ സിധു, അവൾ നിന്നെക്കാരും 10-12 വയസ്സിന് ഇളയ ടൈപ്പ് ആണെങ്കിൽ ഞാൻ എന്താണ് നിനക്ക് വേണ്ടി അവളെ കല്യാണം ആലോചിച്ചാൽ? അത് ശരി അമ്മ, നമുക്ക് ആലോചിക്കായിരുന്നു. ശരിയാ, അവൾ എന്നെക്കായും 10-12 വയസ്സിന് ഇടയിലല്ലായിരുന്നെങ്കിൽ നിങ്ങൾ അവളെ എനിക്ക് കല്യാണം ആലോചിച്ചിരുന്നെങ്കിൽ ഞാൻ എന്തായാലും ഓക്കെ പറഞ്ഞേനെ. ഞാൻ ഓക്കെ പറഞ്ഞാല് അങ്ങനെ വല്ല സംഭവത്തിന് ഞാൻ സമ്മതിച്ചവരല്ലേ. ഇപ്പൊ തൊടാ ഞാൻ കൂടെ. ത്രിലോക്, നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാനൊന്നും പറഞ്ഞില്ല. നീ എന്തോ പറഞ്ഞതുപോലെ എനിക്ക് തോന്നി. അല്ല, നിന്റെ മുഖം എന്താണ് ഇങ്ങനെ ദേഷ്യം ഒന്ന് ചുമന്നു കൊടുത്തതുപോലെ ഇരിക്കുന്നേ? അങ്ങനെയൊന്നുമില്ല. ഞാൻ റൂമിൽ പോവാം.